നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ വൻ ആക്രമണ പദ്ധതിയുമായി ആയിരക്കണക്കിന് ഭീകരരെ ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്നും അയച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപകനായ ഹാഫിസ് സയ്യിദാണ് ജമ്മു കാശ്മീരിലേക്ക് 10,000-ഓളം ഭീകരരെ അയച്ചിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മുൻപും ഇതുപോലെ നിരവധി വിവാദപരമായ വെളിപ്പെടുത്തലുകൾ നടത്തി വിവാദത്തിലായ പാകിസ്ഥാൻ പുരോഹിതനായ നസീർ മദ്നി ആണ്. ഈ മാസം ആദ്യം പ്രാർത്ഥനാ പ്രസംഗത്തിനിടെ ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നസീർ മദ്നി സുഖം പ്രാപിച്ച് പൊതുവേദിയിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് ഈ വിവാദ പ്രസ്താവന. പാകിസ്ഥാനിലെ ബഹവൽ നഗറിൽ നിരോധിത ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു നസീർ മദനിയുടെ ഈ വിവാദപരമായ വെളിപ്പെടുത്തൽ. ജമ്മു കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ലഷ്കർ ഇ തായ്ബയ്ക്കും അതിൻ്റെ സ്ഥാപകനായ ഹാഫിസ് സയ്യിദിനുമുള്ള നേരിട്ടുള്ള പങ്കിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വാദങ്ങളെ അടിവരയിടുന്നതാണ് ഈ പാക് പുരോഹിതന്റെ വാക്കുകൾ. കാരണം ഇന്ത്യ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഈ ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് ഹാഫിസ് സയ്യിദാണ്. ലഷ്കർ തായ്ബയുടെ സ്ഥാപകനായ ഹാഫിസ് സയ്യിദാണ് ഇന്ത്യയിൽ പല ആക്രമണങ്ങൾക്കും പദ്ധതിയിടുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ജയിലിലായിരുന്ന ഹാഫിസിനെ വിട്ടുകൊടുത്തത് തന്നെ കാണ്ഡഹാറിൽ വിമാനയാത്രികരെ മുഴുവൻ ബന്ദികളാക്കിക്കൊണ്ട് അതിന് പകരമായിട്ടാണ് ഈ ഹാഫിസ് സയ്യിദിനെ ഇന്ത്യ പുറത്തുവിടേണ്ടി വന്നത്. അന്നു മുതൽ ഇന്ത്യക്ക് എന്നും തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരവാദി, ഒരു അതിതീവ്രവാദിയാണ്, കൊടും ഭീകരനാണ് ഈ ഹാഫിസ് സയ്യിദ്. ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനും ലഷ്കർ സ്ഥാപകനുമായ ഹാഫിസ് സയ്യിദിനെ 2005 നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. തുടർന്നാണ് 2008 അമേരിക്കയും ഇയാളെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 166 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇന്ത്യ തിരയുന്ന പ്രധാന കുറ്റവാളി തന്നെയാണ് ഈ ഹാഫിസ് സയ്യിദ്. അടുത്തിടെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണ കേസിലും ഹാഫിസ് സയ്യിദിന്റെ പങ്ക് പുറത്തു വന്നിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂലൈയിൽ ജമ്മു കോടതി ഹാഫിസ് സയ്യിദിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണ കേസിൽ ഒളിവിൽ കഴിയുന്ന ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ള 6 പാകിസ്ഥാൻ പ്രതികൾക്കെതിരെ അവരുടെ അസാന്നിധ്യത്തിൽ വിചാരണ നടത്തുന്നതിനുള്ള നിയമ നടപടികൾ മുംബൈ പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിചാരണയിലൂടെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്ക് കടുത്ത ശിക്ഷ വിധിക്കും. ഭാവിയിൽ ഇവരെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ പാക് മണ്ണിൽ വെച്ചുള്ള പുരോഹിതന്റെ പുതിയ വെളിപ്പെടുത്തൽ ഹാഫിസ് സയ്യിദിനെതിരെയുള്ള ഇന്ത്യയുടെ രാജ്യാന്തര നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ ലഷ്കർ ഇ തായ്ബയുടെ പരിശീലന കേന്ദ്രങ്ങളും കെട്ടിടങ്ങളും ഉൾപ്പെടെ മുഴുവൻ തച്ചു തകർത്തതാണ്. അന്ന് ഈ തലനാരിഴയ്ക്കാണ് ഹാഫിസ് സയ്യിദ് രക്ഷപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹാഫിസ് സയ്യിദിൻ്റെ കുടുംബത്തിൻ്റെ സ്ത്രീകളും കുട്ടികളും വരെ അടക്കം ഏകദേശം ഒരു 10-12ഓളം പേരാണ് അന്ന് മരണപ്പെട്ടത്. ആ കൊലയിൽ നിന്നും ഹാഫിസ് സയ്യിദ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതോടെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള വ്യഗ്രത ഹാഫിസിന് കൂടിയിട്ടുണ്ട്. ഹാഫിസ് സയ്യിദ് പല പണികളും ഇതിനോടകം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിർത്തി രക്ഷാസേന നമ്മുടെ കർശനമാക്കിയ നിയന്ത്രണത്തിൽ ഒരിക്കലും യാതൊരു പഴുതുകളും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലും അതിർത്തികളിലൊക്കെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിരവധി ദിവസങ്ങളായി 2 ഭീകരരെ കൊന്നു, 3 ഭീകരരെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ ചെറിയ വാർത്തകൾ നമ്മൾ കേൾക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത്രമാത്രം ഒരുപക്ഷെ നമ്മളൊക്കെ വാർത്തകൾ വിശ്വസിക്കുന്നത് ഒരുപാട് കൊലപാതകം ഇവിടെ നടത്തിക്കഴിഞ്ഞിട്ട് ഒരു ഭീകരനെ പിടിക്കുമ്പോഴാണ് അത് ഏറ്റവും വലിയ കാര്യമായി നമ്മൾ കാണുന്നതും നമ്മുടെ ബാക്കിയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ നമ്മൾ അഭിനന്ദിക്കുന്നതും. എന്നാൽ അവരുടെ ജോലി അതിർത്തി രക്ഷാസേനയും ജമ്മു പോലീസും ഒക്കെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട പട്ടാളം. അതുകൊണ്ടാണ് ഈ വൻ ആക്രമണ പദ്ധതിയുമായി ഇന്ത്യയിലേക്ക് എത്തുന്ന ഭീകരർ തന്നെ ഇതിനോടകം നിരവധി പേരെ പിടികൂടാൻ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ വെടിവെച്ച് കൊന്നില്ലായിരുന്നെങ്കിൽ അതെല്ലാം അവർ ഇന്ത്യയിലെത്തി പല ആക്രമണങ്ങളും അറ്റാക്കുകളും ഒക്കെ നടത്തേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അതിനെയൊക്കെ
ഇതിനൊക്കെ തടയിടാൻ, മുളയിലെ നുള്ളുവാൻ, ഭീകരന്മാരെ പലതും പിടിക്കുവാനോ അല്ലെങ്കിൽ കൊല്ലുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതുതന്നെയാണ്, അതീവ ജാഗ്രതയാണ് അതിർത്തികളിലൊക്കെ. എന്നാലും ഒരിക്കലും പാകിസ്ഥാൻ അടങ്ങിയിരിക്കില്ല. എന്തായാലും തിരിച്ചടി എന്നുള്ളതല്ല, അവരുടെ ആ വൈരാഗ്യം, ഇന്ത്യയെ എപ്പോഴും ആക്രമിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെ ആധാരം. അപ്പോൾ ഇനിയും അത് ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. പിന്നെ പാകിസ്ഥാനിലെ ഈ വിവാദ പുരുഷനായ പുരോഹിതൻ നസീർ മദനി പറഞ്ഞതുപോലെ 10,000-ഓളം പേരെ അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അയക്കാൻ തയ്യാറായി കാണും. അല്ലെങ്കിൽ അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിർത്തി രക്ഷാസേനയുടെ തോക്കിൻ മുനയിൽ പിടഞ്ഞു വീഴാനായിരിക്കും അവരുടെ വിധി. എന്തായാലും വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മാസങ്ങൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ത്യയിൽ സംഭവിച്ചിടാമില്ല. എന്തായാലും ഇന്ത്യൻ അതിർത്തി രക്ഷാസേനയും പട്ടാളവും എല്ലാം കനത്ത ജാഗ്രത ഇപ്പോഴും തുടരുക തന്നെയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.